മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായൊരു ദിവസമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തോലൻ, മിഷണറിമാരുടെ മധ്യസ്ഥൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ തിരുനാൾ എന്നും നമുക്ക് പ്രചോദനമാണ്. ഒരു രാജകുമാരനെ പോലെ ജീവിക്കാമായിരുന്നിട്ടും, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയും ഒരു സ്ഥാനമാനവും തൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ച് താൻ അറിയാത്ത, ഒരു തരത്തിലും പരിചയമില്ലാത്ത, ഭാഷ അറിയാത്ത, വേഷവിധാനങ്ങളെക്കുറിച്ച് അറിയാത്ത, ഭക്ഷണ രീതികളെക്കുറിച്ച് അറിയാത്ത ഒരു നാട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെടാൻ എന്തായിരിക്കും കാരണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് ദൈവത്തോടുള്ള സ്നേഹമാണ്. തൻ്റെ ഗുരുനാഥൻ തന്നെ കാണുമ്പോഴൊക്കെ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നടന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും കരുതിയിരിക്കില്ല അദ്ദേഹം ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടാനുള്ള വ്യക്തിയാണെന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ ആളുകളെങ്ങനെ സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ലായിരുന്നു. എങ്കിലും ഈശോ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എങ്ങനെയൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്ന അദ്ദേഹം ഒന്നിനെക്കുറിച്ചും ഭയപ്പാടില്ലാതെ ഈ നാട്ടിലേക്ക് വരികയായിരുന്നു. 1542 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും 1544 നമ്മുടെ കേരളത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഭാഷ അദ്ദേഹത്തിന് അറിയില്ല, ഇവിടുത്തെ വേഷവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം എങ്ങനെയായിരിക്കാം ഇവിടെ തൻ്റെ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നത്? അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ ഒരു മണിയെടുത്തുകൊണ്ട് അതിങ്ങനെ അടിച്ചു നടന്നു. അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ ശബ്ദം കേട്ട് ആളുകളും കുട്ടികളൊക്കെ കൂട്ടം കൂടി ചെന്നു. അദ്ദേഹം അറിയാവുന്ന രീതിയിൽ തൻ്റെ കയ്യിലുള്ള ഈശോയെക്കുറിച്ചുള്ള അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. താൻ അനുഭവിച്ചറിഞ്ഞ തൻ്റെ ഈശോയെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, പലർക്കും അതൊരു ആശ്ചര്യകരമായിട്ടുള്ള ഭാഷയായിരുന്നു. എന്നിട്ടും അവരിത് കേൾക്കാൻ ശ്രമിച്ചു. ഇദ്ദേഹം അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞും കൊടുത്തു. അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലായില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിലൂടെ എന്തോ വലിയ കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇവരും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. ഇദ്ദേഹം കഴിയാവുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കാൻ തുടങ്ങി. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും മറ്റു കാരുണ്യ പ്രവൃത്തികളിലൂടെയൊക്കെ ഇദ്ദേഹം അവർക്ക് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാൻ ഇതിന് വലിയൊരു സാധ്യത മറ്റെന്താണുള്ളത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മളിവിടെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ്: നമുക്ക് ഒരു മിഷണറി പ്രവർത്തനം നടത്താൻ, അവർക്ക് മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പോകേണ്ടതില്ല. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം മിഷണറി പ്രവർത്തനം ചെയ്യുവാൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നാം സംസാരിക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് ഈശോയെ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഭാഷ അറിയാൻ പാടില്ലാതിരുന്നിട്ടും, വേഷവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാതിരുന്നിട്ടും, സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാതിരുന്നിട്ടും ഇവിടെ ഈ ഭാരത മണ്ണിൻ്റെ അപ്പോസ്തലനാകാൻ സാധിച്ചെങ്കിൽ നമുക്കും അതിനുള്ള സാധ്യത ഒട്ടും വിദൂരമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് നമുക്കും ക്രിസ്തുവിനെ പങ്കുവയ്ക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പങ്കുവയ്ക്കട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.